ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് റാഹത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ. അപ്പം ഇതിന് മുന്നത്തെ വ്ലോഗ് ഇട്ടതിന് കുറേ കമൻറ്റ്സ് നമ്മൾ താലിമോളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 11 മണി മുതലുള്ള വ്ലോഗാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെ ഇസുക്കുട്ടനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അവന് രാത്രി പോയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ. അപ്പോൾ കമ്പനിയിലേക്ക് പോകുന്ന ടൈമിൽ ഇങ്ങോട്ടേക്ക് ആക്കി തരും കേട്ടോ. ചായക്ക് കുടിച്ചിട്ട് നല്ല ഉഷാറായിട്ടാണ് വരിക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ മോളുടെ അടുത്താണ് കേട്ടോ ഉണ്ടാവുക. അവളെ ഓരോരോ ഇതായിട്ട് അവന് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ട് ഇങ്ങോട്ടുണ്ടല്ലോ ഭയങ്കര ഇറുക്കി പിടുത്തം ഇതൊക്കെയാണ് കേട്ടോ. ചില നേരത്ത് അടി കിട്ടണ മാതിരി ഏതായാലും ഉമ്മൊക്കെ വെച്ച് പോവുക. എന്തായാലും പിന്നെ ഉമ്മ അവൻ്റെ ഇത് കണ്ടിട്ട് കുട്ടീനൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല കോവക്ക തോരനാണ് കേട്ടോ. നല്ല അടിപൊളി കോവക്ക തോരനാണ്. കോവക്ക എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് കഴിച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കൂടുതലായിട്ട് കഴിക്കാനില്ല, ഒരു കുറച്ച് ഏകദേശം ഒരു ഇതിലൊക്കെ. പിന്നെ ഉമ്മ നല്ല അടിപൊളി പരിപ്പും പിന്നെ മുരിങ്ങൻ്റെ ഇലയൊക്കെ വെച്ചാണ്ടൊരു നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധാ ചോറും ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം അതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റൂമിലുള്ള ഫുൾ അൽമാരയിലൊക്കെ നിറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും വികുന്ന ഒരു അവസ്ഥയിൽ നിന്നിട്ടുണ്ടായിന്. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ കുറച്ചൊക്കെ ഒരു ഒഴിവുണ്ടായപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ സിമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രസ്സുകൾ വേണ്ടേ. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തത് ഒരു പെട്ടിയിലൊക്കെ ആക്കി മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഇതൊക്കെ മാത്രം അൽമാരയിൽ ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അലമാരയിൽ നമുക്ക് വെക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ 4 മക്കളത് 4 ആൾക്കാരതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എൻ്റെ കുട്ടികളെ തന്നെ ഇപ്പോൾ 2 എണ്ണമായല്ലോ. അപ്പോൾ അവരത് 2 പേര് ഇത് വെക്കണ്ടേ. ഒരാളത് ബാഗിലൊക്കെ ആക്കിയിട്ട് വരും, ഒരാളത് പെട്ടിയിൽ, അങ്ങനെ ആക്കിയിട്ട് ഏതായാലും കൂടുതൽ നമുക്ക് ഫർണിച്ചറുകൾ ആഡ് ചെയ്താൽ പിന്നെ റൂം ഒന്നായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ വരുമ്പോൾ അവളെയൊക്കെ ആട്ടി ഉറക്കിയതിന് ശേഷം ഞാൻ പോയി നോക്കിയപ്പോൾ ഇവിടെ നല്ല ചിക്കനൊക്കെ കായം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ നല്ല പൊരിച്ചതുമാണ് കേട്ടോ. അതിലേക്ക് മീൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ചിക്കൻ വാങ്ങിച്ചത്. ചിക്കൻ ഏതായാലും നല്ല ചിക്കൻ പൊരിച്ചതും പിന്നെ മുരിങ്ങേൻ്റെ ഇല കറിയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഇവിടെ ഉമ്മ നല്ല അടിപൊളിയായിട്ട് മാങ്ങക്ക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അമ്മായി നല്ലൊരു അധികം പുളിയില്ലാത്തൊരു ടൈപ്പ് മാങ്ങ അവരുടെ വീട്ടിലുണ്ടായത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടി നുറുക്കി സെറ്റാക്കി ഉപ്പിലിട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പിലിട്ടത് കഴിക്കാൻ. ഏകദേശം ഒരു 12:30 ആയപ്പോൾ ഉമ്മാൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇവിടെ ബാക്ക് ഭാഗത്ത് ചിക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ ഇസുക്കുട്ടനെ അവിടുന്ന് കളിച്ചതിന് കാർ അവിടെ തന്നെ ഇട്ടിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ, അവൻ്റെ സ്പോർട്സ് കാറിന്. ഇപ്പോൾ അത് നമ്മൾ പോയി എടുത്ത് വെക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ തേങ്ങയൊക്കെ ഇട്ട ടൈമിൽ ഇളഞ്ഞീൻ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ഇളഞ്ഞീനുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പാക്കും ഇവർക്കുള്ളത് ഞാൻ വേറെ തന്നെ ഗ്ലാസ്സിൽ പാർന്നു കൊടുത്തു. പിന്നെ ഞാനും ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു കേട്ടോ. കുറച്ച് കാലമായി ഇപ്പം ഇളനീർ ജ്യൂസ് നല്ല ഫ്രഷോട് കൂടി അടിച്ച് കുടിച്ചിട്ട് കേട്ടോ. പിന്നെ ഏതായാലും ഇപ്പം ഈ ഒരു തേങ്ങ ഇടുന്ന ടൈമിലാണ് അവരെ കൊണ്ട് ഇടിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ വാപ്പാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇളനീൻ്റെ വെള്ളമാണ് കേട്ടോ. കാരണം ക്ഷീണത്തിന് ഇതിനൊക്കെ നല്ലത് ഇളനീൻ്റെ വെള്ളമല്ല. അപ്പോൾ അതൊക്കെ കുടിപ്പിച്ചിട്ട് വാപ്പ നല്ല ഉഷാറായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം ഇങ്ങനെ പൊരിഞ്ഞ് ഇതാക്കുന്നുണ്ട്. ചെറിയ എണ്ണയിലിട്ടിട്ടാണ് കേട്ടോ. ചെറിയ എണ്ണ മീൻസ് കുറച്ച് എണ്ണയിലിട്ടിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അവിടെ ദിയമോളെ എനിക്ക് പണി മെമ്മറി ബോക്സ്. എന്ത് മെമ്മറി ബോക്സ്? 7th ഞാൻ 9 വർഷം MUP സ്കൂളിൽ പഠിച്ചേ. കുറച്ച് എന്താ ഇന്ന് അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തന്നാൽ നോക്കട്ടെ. സ്പെഷ്യലി അറിയാന് നോക്കട്ടെ. ഇത് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് USSന് പഠിപ്പി അതല്ല വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? പഠിപ്പില്ല. പിന്നെ ഇതിന്റെ ഫ്രണ്ട്സ് എല്ലാം എനിക്ക് തന്നെ. എന്റെ കുട്ടിന്റെ കാറാണല്ലോ. നോക്കല്ലേ, ഫ്രണ്ട്സ് എല്ലാം തന്ന ലെറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇതില് ലവ് ലെറ്റർ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, പോയാനോ. നമുക്ക് വായിക്കേണ്ട ഒരു കുട്ടിരുന്നാണ്ട് എന്താ ഇതൊക്കെ എന്താ? അതൊക്കെ സാർമാർക്ക് ഗിഫ്റ്റ് പേപ്പർ. സാർമാർക്ക് ഗിഫ്റ്റ് എന്റെ റബ്ബേ കാത്തിമതാ. ഓ ഭയങ്കരം. ഇതെന്താ ഞാൻ ചെയ്തോ? ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചാള്. ഇത് ഇങ്ങനെ എല്ലാത്തിനും മേലെ വെക്കണ്ടേ. അള്ളാന്റെ പേര് ഇതല്ലേ. ഇത് റൗപ്പ തന്നത്. ഇത് കത്തിയാണ് ഒഴിവാക്കിയാളോ. പിന്നെ ഏറ്റവും മെമ്മറി ഉള്ളൊന്ന് അറിയണത് അതിൽ ദിയമോൾ അവിടെ അയ്യോ അന്നെ ഫോക്കസ് ആവണം പോലില്ല.
ക്യാമറ വരെ എന്നെ ചതിക്കുന്നു. ക്യാമറ ചതിച്ചു. ഇതിവിടെ ഉണ്ട്. പിന്നെ മറ്റേ ഇപ്പത്തെ ഫോട്ടോസ് ഉണ്ട് അല്ലേ? ഇപ്പത്തെ ഫോട്ടോയിൽ ഇതാ ആ തൊലിച്ചി ഇവിടെ. അതന്നെ. എന്നാ പിന്നെ വേഗം അടുക്കി വെച്ച് ഇങ്ങോട്ട് പോരുട്ടോ, വേറെ പണിയുണ്ട് ഇവിടെ. ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ അവളോട് പണിയുണ്ട്, അവൾ കുളിച്ചു മാറ്റിക്കൊന്ന് വേഗം റെഡിയാക്കി വന്നോട്ടേ വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ എടുത്ത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഓവർ ഡയറ്റും ഒരു കപ്പ് ചോറും ഇതൊന്നുമല്ല കേട്ടോ. എൻ്റെ വിശപ്പ് അതിനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ വയറ് പറയും നീ ഇത് കഴിച്ചു എന്നതുകൊണ്ട് ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ കൂട്ടാനൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തിട്ട് കൂട്ടാനൊക്കെ കഴിക്കും. പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്, മുരിങ്ങൻ്റെ ഇലയുടെ കറി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ചിരങ്ങ ഉണ്ടല്ലോ, അത് താളിപ്പുണ്ടായിരുന്നു. അത് ഇന്നലത്തേതാണ് കേട്ടോ. അപ്പോൾ അത് ചൂടാക്കിയിട്ട് ആ ചിരങ്ങ മാത്രം കൂടുതലായിട്ട് എടുത്തിട്ട് അതും ഒരു ഉപ്പേരിയാക്കിയിട്ട് സൈഡ് ഉപ്പേരിയായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ പ്ലേറ്റൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളിപ്പോൾ കഴിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞ വയറ് അപ്പം തന്നെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ ആസ്വദിച്ചിരുന്നിട്ട് ഓരോരോ ചിക്കൻ ആദ്യം ഒന്ന് കടിക്കും, പിന്നെ ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉമ്മ ഇസുകുട്ടനെ കൊണ്ടുപോയി കുളിപ്പിച്ച് മാറ്റി ഒക്കെ റെഡിയാക്കിയാണ്ട് തന്നിട്ടുണ്ട്. ഇനി അവന് ഫുഡ് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മക്ക് ഒഴിവാണെന്നുണ്ടെങ്കിൽ ഉമ്മനെ കൊടുക്കും. പിന്നെ ഞാനിപ്പോൾ ഏതായാലും ഒഴിവായി നിൽക്കുകയാണ്, മോൾ ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് ഞാൻ അവന് വാരി കൊടുത്തേ. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയതാ ഇവർ രണ്ടുപേരും കൂടി കളിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇസബെല്ല ഫാഷൻസിലുള്ള ഫ്രോക്ക് ബാലൻസ് ആണ് കേട്ടോ. ഫ്രോക്ക് ബാലൻസ് ട്രീ എന്നാണ് അതിനറിയാം. ആ ഒരു ബാലൻസിങ്ങിൽ നമ്മൾ ലുഡോ ഒക്കെ കളിക്കുന്ന ആ ഒരു കട്ട വെച്ചിട്ട് നമ്മൾ ഇത് ബാലൻസ് ചെയ്ത് നിർത്തും കേട്ടോ. അത് അത്യാവശ്യം നമ്മൾ 2-3 പേരൊക്കെ മൾട്ടിപ്ലെയേഴ്സൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കളിക്കാൻ. അതിപ്പോഴും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ്. ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ പിന്നെ അവരിതാ എപ്പോൾ ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവന് ഭയങ്കര കള്ളക്കളിയാണ് കേട്ടോ. ഓരോന്നെടുത്ത് ചിലപ്പോൾ അവൾ വെക്കാൻ നേരത്ത് അത് തട്ടി തെറിപ്പിച്ചിട്ടൊക്കെ പോകും. അല്ല ദീദി ഒടുക്ക പോണേ? കോഴിക്കോട്. അപ്പൊ താലിയനെയും മിസുവിനെയൊന്നും കൊണ്ടുപോയില്ല? അല്ല, ആരെയും കൊണ്ടുപോയിണ്ട്. താലിയനെ അവിടെ കിടത്തിക്കാണ്. പിന്നെ സുൻക വരാന്ന് പറയാണ്. അപ്പൊ ആ ഒരു ഇറങ്ങുന്ന ടൈം ആകുമ്പോൾ വിളിക്കും. ജസ്റ്റ് മാറ്റുക, ഒരു പൗഡർ ഇടുക, ഒരു കൺമഷി ഇടുക, ലിപ്സ് ബാം പിന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാക്കുക. പിന്നെ ഈ ഡ്രസ്സ് തന്നെയാണ്. അതിലേക്ക് ഇനി പിന്നെ ഇതൊക്കെ അല്ലേ ഉള്ളൂ. ആ 5 മിനിറ്റിന് പരിപാടിയുള്ളൂ. എന്താണ് ഇസുകുട്ടാ? അല്ല, ഇന്നലത്തെ കമന്റിലുണ്ടല്ലോ ദീദി, ഇന്നലത്തെ കമന്റിലുണ്ടല്ലോ മൊത്തം ഇഷമോളെ കുറിച്ചിട്ടാണല്ലോ. അതെന്താ അറിയോ, നമ്മള് താലിന്ന് വിളിക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് അത് എന്തോ വേറെന്തോ ഒരു പേര് തോന്നും. ശരിയല്ല. അമ്മക്ക് തന്നെ ഫസ്റ്റ് തന്നെ ആയിഷ താലിയ എന്നുള്ള പേരില് നമ്മൾ കൊറേ നിക് നെയിംസ് തരണില്ലേ. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ഇഷ എന്ന് കണ്ടെത്തി. അങ്ങനെ പിന്നെ ഇഷ വിളിക്കുമ്പോ പിന്നെ അതൊരു പഴയൊരു നെയിമല്ല, എല്ലാരും വിളിക്കുന്ന നെയിമല്ല. അപ്പൊ നമുക്ക് ഏതായാലും നിക് നെയിം അല്ലേ, നിക് നെയിം ആകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു യുണീക്കായിട്ട് കണ്ടെത്താച്ചാണ് പിന്നെ ലീ ആക്കി. അപ്പൊ ലീയും ഏകദേശം ആൾക്കാരൊക്കെ യൂസ് ചെയ്യണം. അപ്പൊ നമ്മള് ബേബിക്ക് എപ്പോഴും എല്ലാവരും ഇടുന്ന പേരിനേക്കാളും നല്ല എന്താ ഒരു വെറൈറ്റി യുണീക്ക് ആയിട്ടുള്ള പേരല്ലേ. ഫസ്റ്റ് ഒക്കെ നമ്മള് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇസുക്ക് ഇഷ എന്ന് വിളിച്ചിന്. പക്ഷെ സുൻക പറഞ്ഞു ഞാൻ എന്തായാലും ഇഷ വിളിക്കൂല, താലിസേന്ന് വിളിക്കുള്ളൂ പറഞ്ഞു. അപ്പൊ ഈ താലീസെ വിളിച്ചപ്പോ ഞാനും പറഞ്ഞു എന്താ സുൻക താലി എന്നൊക്കെ പറഞ്ഞ എല്ലാരും കളിയാക്കൂലേ, അമ്പലത്തിൽ പോയി താലി കെട്ടണ്ടേ അത് എന്നൊക്കെ പറഞ്ഞാണ്ട് കളിയാക്കൂലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സംഭവം പിന്നീട് ഞാൻ തന്നെ വിളിച്ച് താലിയെന്ന് ഞാൻ തന്നെ താലിമോളേന്ന് ആ ഒരു ഓമനത്തോടെ വിളിച്ച് സംഭവം ഇപ്പൊ എനിക്ക് വരെ നല്ല ഇഷ്ടമായി ആ പേര്. ഒരു യുണീക്ക് പേരല്ലേ താലിമോളെ വിളിക്കുമ്പോ. ഇനിയിപ്പോ വലുതായാലും താലിനോ ചോദിച്ചിട്ട് പറയട്ടോ, ഒരു വെറൈറ്റി ആയില്ലേ, എല്ലാരെയും ഒരു യുണീക്ക് ആയല്ലോ. അപ്പൊ ദിയമോക്ക് അങ്ങനെ ഇഷ്ടായില്ലേ പേര്, നല്ല രസമല്ലേ. ഫസ്റ്റ് എനിക്കൊരു ഇടങ്ങേറില്ലേ, പക്ഷെ ഇപ്പൊ വിളിച്ചപ്പോ എനിക്കൊരു ഇതില്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇങ്ങക്കും. ഇനി ഇത് കേട്ട് അതൊന്ന് തയങ്ങിയാൽ തന്നെ നല്ല അടിപൊളി പേരാന്ന് തോന്നും. അപ്പോൾ ഞാൻ അതാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് കമന്റ് സെക്ഷനിലൊന്നും മറുപടി തരാഞ്ഞത്. താലിയോ ചിലര് ലിതാന്നൊക്കെ ഇടാൻ പറയുന്നുണ്ട്. ലിതാന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്താ പറയാ, താലിനേക്കാളും ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം ലിയാന്നൊന്നും കാണാനിട്ടല്ല, ഇഷാന്ന് വിളിക്കുന്നവരുണ്ട്. ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ ഇഷമോളെ വിളിക്കും, ആയിഷോന്ന് വിളിക്കും, പിന്നെ താലിന്നാണ് നമ്മള് പിന്നെ ഇതായിട്ട് പറയുന്നത്. ഞാൻ ഐശ്വന്ന് വിളിക്കല്, ഓള് ഐശ്വന്ന് വിളിക്കും.
അപ്പം ഞാൻ എല്ലാ പേരും വിളിക്കലുണ്ട്. താലിമോളെ വിളിക്കും, താലിയ വിളിക്കും, പിന്നെ ഐഷു, ഇഷു, ഐഷി ഒക്കെ വിളിക്കും. പിന്നെ നമ്മളെ മക്കളെല്ലാം ഒരു യുണീക്കായിട്ട് കിടക്കട്ടെ, വിളിച്ച് റെഡിയാവും. അങ്ങനെ പിന്നെ പറഞ്ഞ് ടൈം പോയത് അറിഞ്ഞിട്ടില്ല. സുനിക്ക് അപ്പോഴേക്കും ഇതാ വീട്ടിലെത്തിയിട്ടോ. പിന്നെ ഒരു ഓട്ടം ഇതൊക്കെ ആയിരുന്നു. നേരെ മോളെ മാറ്റിച്ച് ഇവനെ ടീഷർട്ടൊക്കെ ഇട്ട് ഇതാ നേരെ കാറിൽ കയറിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാ ഇവർക്ക് 3 പേർക്കൊക്കെ ഉള്ള ഡ്രസ്സ് നോക്കാനായിട്ടാണ് ഡെയിലി വെയർ ഡ്രസ്സ് നോക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ കുഞ്ഞു മക്കൾസും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ അയിന് പാത്തുമ്മയും പിന്നെ ഇതാ നമ്മളെ പാത്തു ഒക്കെ ഉണ്ട്. താലിമോളപ്പോഴും ഇതാ ഉറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈവേ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തും. ഒരു 4:30 ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എല്ലാവർക്കും മോളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് കേട്ടോ. മോളെ കണ്ടപ്പോഴുള്ള സന്തോഷമാണ്. അങ്ങനെ ഇതാ ഏകദേശം കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ നമ്മൾ കുറ്റിച്ചിറ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറ്റിച്ചിറ ആ ഒരു കുളത്തിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ മോളെയും കൊണ്ട് ഇതാ മിന്നത്ത ഏകദേശം ഇവിടെ എത്താനായപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് കണ്ണ് മാളിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എത്തിയതറിഞ്ഞ് എല്ലാവരും ഇതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരെയും കൊണ്ടിട്ട് നേരെ അവിടെ പോകാമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. അപ്പോൾ എന്തായാലും നടക്കില്ല. പക്ഷേ കുറ്റിച്ചിറ കുളത്തിന് നേരെ മുന്നിലായിട്ടൊരു പാർക്കുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇവരെ ഇവിടെ ആക്കി സുൻഖാൻ്റെ അടുത്ത് ചെറിയ മോളെയും കൊടുത്തിട്ട് നമ്മൾ രണ്ടുപേരും ആദ്യം പോയി സെലക്റ്റൊക്കെ ചെയ്ത് പിന്നെ ലാസ്റ്റ് ഇവരെ വിളിച്ചിട്ട് ഒന്ന് ഇട്ട് നോക്കിയിട്ട് പാകം അനുസരിച്ചിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് നമ്മൾ നേരെ അവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഫുൾ സർപ്ലസ് ആണ്, എക്സ്പോർട്ട് സർപ്ലസുകളാണ് ഉണ്ടാവുക. ചെറിയ എന്തെങ്കിലും ഇതേ ഉണ്ടാവുള്ളൂ. ചിലതിലൊന്നും ചിലപ്പം ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല രസമാണ്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലെ ഐറ്റംസാണ് കേട്ടോ ഉണ്ടാവുക. നമ്മളെ മക്കൾക്കൊക്കെ ഡെയിലി വെയർ ആയിട്ട് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിന് കുറച്ച് മുന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബേബി ഗേൾസിൻ്റെതായാലും ബോയ്സിൻ്റെതായാലും ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു 6-7 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കുള്ളത് പിന്നെ കുറച്ച് കളക്ഷൻ കുറവാണ്. പക്ഷെ അതുവരെയുള്ള കുട്ടികൾക്കൊക്കെ കുഴപ്പമില്ല. അപ്പോൾ ഞാനിതാ ഇസുകൂട്ടനും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പാത്തൂനും അതിനൊക്കെ ഉള്ളത് മുന്നത്ത് ഇങ്ങനെ നോക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ ഏകദേശം കുറച്ച് നേരത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതാ നമ്മൾ നേരെ തിരിച്ച് മടങ്ങുകയാണ്. അപ്പോഴേക്കിതാ സുനിക്ക് ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. മോക്ക് ഞാൻ പിന്നെ അപ്പം പോയി ഇടയ്ക്കുന്ന് പാലൊക്കെ കൊടുത്തിട്ട് നേരെ അവളും കൊണ്ട് ഇങ്ങോട്ട് കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോണ്ടേ എവിടെ കുട്ടികള്? ആ ഇനുവിനൊക്കെ ഇപ്പൊ ഇട്ടെടുത്തതാണ് ആ ഡ്രസ്സ്. ഇപ്പൊ ചീത്താക്കോള് അവിടെ പാത്തൂടെ എന്താ എനിക്കറിയുന്നു. കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഒരു ഉത്തരവാദിത്ത ബോധമില്ലേ? ഇവിടെ പാത്തൂടെ അവരെല്ലാവരും പാർക്കിൽ കളിച്ച് നന്നായിട്ട് കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ നന്നായിട്ട് പാറി നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോഴേക്കും സുനിക്കത വെള്ളം കുപ്പിയൊക്കെ വാങ്ങിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ പോണ വഴിയിൽ ബീച്ചിൻ്റെ അവിടെ അടുത്തുനിന്നായിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞതാണ്. നമ്മൾ കുറച്ചൊന്നും ഇങ്ങോട്ട് പോന്ന്. അതായത് നമ്മൾ ബീച്ചിൽ ഒക്കെ കഴിഞ്ഞ് ഏകദേശമൊക്കെ ഒന്ന് കഴിയാറായ ആ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മളുള്ളത്. മുഖദാരമൊക്കെ കഴിഞ്ഞ് ആ ഒരു ഏകദേശം ആ ഒരു ഭാഗത്താണ് കേട്ടുള്ളത്. അപ്പം സുനിക്കും ഇന്നത്തൊക്കെ പിന്നെ നല്ല ഡയറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇളഞ്ഞി വെള്ളമാണ് കേട്ടോ. ഞാൻ ഒരു പൈനാപ്പിൾ ജ്യൂസും പിന്നെ മക്കളൊക്കെ ലൈമും പിന്നെ എന്താ നമ്മളെ കല്ലുമ്മക്കായ സ്പെഷ്യലാണല്ലോ അതും കഴിച്ച് ഞാൻ അവരോടൊക്കെ സംബന്ധിച്ച് ചോദിച്ചിട്ടോ. ഞാൻ എന്നോട് കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ അതാ ഞങ്ങൾ സാൻഡ്വിച്ചും ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചതാ. നേരെ അവിടുന്ന് ബീച്ചിലേക്കൊന്നും ഇറങ്ങാനുള്ള ടൈം നമുക്കില്ല കേട്ടോ. അവർക്ക് നേരത്തെ തന്നെ സുനിക്കാക്ക് എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ അവിടെ കാണുന്ന ആ ഒരു ബീച്ച് ഇതാ കണ്ടോളിട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ നിന്നിട്ട് ഉപ്പിലിട്ട ഒരു ഐശ്വര്യയും കാര്യങ്ങളും പിന്നെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് തന്നെ മടങ്ങിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു